രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. രാജ്യത്തെ ആകെ സജീവ കോവിഡ് കേസുകളുടെ എണ്ണം 5000 കടന്നിരിക്കുകയാണ്. 5364 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ 1679 സജീവ കേസുകളാണുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ 192 കേസുകളാണ് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നീത നാരായണൻ നൽകും. നീത, അങ്ങനെ ഏതാനും ദിവസങ്ങളായി ആരോഗ്യരംഗത്ത് ആശങ്ക പരത്തുന്ന തരത്തിലാണ് കോവിഡ് വ്യാപനം ഉയരുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട കാര്യം നിലവിലില്ല എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത്. എന്നാൽ പോലും കേരളത്തിലടക്കം ഇത്ര വ്യാപനം കൂടുകയാണ്. ഓരോ ദിവസം ഇങ്ങനെ എണ്ണം കൂടുന്നത് മാത്രമല്ല, 5000 കടന്ന കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതും ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? അക്ഷയ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് വ്യാപനം തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5000 കടന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതിൽ നമുക്കറിയുന്നത് പോലെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1670 എന്നുള്ളതാണ് ഏറ്റവും പുതിയ കേസായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്നലെ മാത്രം 102 കേസുകളാണ് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ് ആശങ്ക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ വകുപ്പ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ജാഗ്രതയോടെ തുടരാം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോഴും പക്ഷേ കോവിഡ് മരണവും അതിനനുസരിച്ച് തന്നെ കൂടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് 4 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കിൽ പറയുന്നത്. അത് കേരളത്തിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തതായും പറയുന്നുണ്ട്. 74 വയസ്സുള്ള സ്ത്രീയും 75 വയസ്സുള്ള പുരുഷനുമാണ് കോവിഡ് ബാധിച്ച് കേരളത്തിൽ മരിച്ചത്. പക്ഷേ ഇവർക്ക് 2 പേർക്കും കോവിഡ് മൂലം മാത്രമല്ല മരണം സംഭവിച്ചത് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട്. അതായത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കൂടി ഈ കോവിഡ് വരുമ്പോഴാണ് സാഹചര്യം കൂടുതൽ വഷളാകുന്നത്. അങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിലെ കേസുകൾ കൂടി നോക്കുമ്പോൾ ഇതിൽ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേസുള്ളത്. കഴിഞ്ഞ ദിവസവും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തതും കേരളത്തിൽ തന്നെയാണ്. മറ്റൊരു ആശ്വാസകരമായ കാര്യമുള്ളത്, ഏറ്റവും കൂടുതൽ രോഗമുക്തി നേടുന്നതും കേരളത്തിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. 271 പേർക്കാണ് ഇന്നലെ രോഗമുക്തി നേടിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ കോവിഡ് കേസുകൾ കൂടുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും കണക്ക് കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. രാജ്യ തലസ്ഥാനത്തേക്ക് നോക്കിയാൽ ഡൽഹിയിൽ 592 കോവിഡ് കേസുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയാണ് 548 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുള്ളത് കർണാടകയിൽ 451 കേസുകളുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിരിക്കുന്നു. മാസ്ക് നിർബന്ധമാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കർണാടകയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കോവിഡ് കേസുകൾ കൂടുന്നൊരു സാഹചര്യത്തിൽ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പിനോടും ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് നൽകുന്നതും. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു മോക്ക് ഡ്രിൽ നടത്തിയിരുന്നു. എല്ലാ ആശുപത്രികളും സജ്ജമാണോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മോക്ക് ഡ്രിൽ ആയിരുന്നു അത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. ഏത് അടിയന്തര ഘട്ടത്തെയും അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കാൻ വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നിലവിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, കേരളത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിലുള്ള ഒരു അവലോകനവും നടക്കുന്നുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യമന്ത്രിമാരുടെയും മീറ്റിങ്ങുകളും കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, കോവിഡ് ബാധിച്ച് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും വലിയ രീതിയിലുള്ള ആശങ്കയോട് തന്നെയാണ് കുറച്ചു കാലം നമ്മൾ കടന്നുകൂടിയത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കോവിഡ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നമുക്ക് ആശങ്കപ്പെടേണ്ടെന്ന്